മേഖലയിൽ കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി കള്ളം പറയുന്നുണ്ട്. ശരിക്കും എത്ര രൂപയ്ക്കാണ് എണ്ണ കമ്പനികൾക്ക് ഇപ്പോൾ ഇന്ധനം ലഭിക്കുന്നത്? ഏതൊരു വസ്തുവിനും വില കുറഞ്ഞാൽ അത് കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുക എന്നത് പൊതുജനത്തിന്റെ ന്യായമായ അവകാശമാണ്. എണ്ണയ്ക്ക് സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വില ഇടിവാണിപ്പോൾ. ഒരു വീപ്പയ്ക്ക് $140 വരെ എത്തിയ എണ്ണവില ഇപ്പോൾ $71 താഴെ എത്തി. $140 വരെ രാജ്യാന്തര എണ്ണവില എത്തിയപ്പോഴും ഇപ്പോഴും തിരുവനന്തപുരത്ത് 1 ലിറ്റർ പെട്രോളിന് $107.56. എന്തുകൊണ്ടാണ് ഈ വില കുറയാത്തത് എന്ന് ചോദിച്ചാൽ നികുതി കുറയ്ക്കാത്തത് കൊണ്ടെന്നാണ് സാധാരണ ലഭിക്കുന്ന ഉത്തരം. എന്നാൽ കേന്ദ്ര സർക്കാർ മറച്ചുവെക്കുന്ന ഒരു പിടി വിവരങ്ങൾ കൂടിയുണ്ട്. അവ പുറത്തു വന്നാൽ മാത്രമേ നമുക്ക് കിട്ടുന്ന എണ്ണയുടെ ശരിക്കുള്ള വില വ്യക്തമാവുകയുള്ളൂ. എണ്ണവിലയിലെ ആ ദുരൂഹതകളിലേക്കാണ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ്. ഒരു വീപ്പ പെട്രോളിൽ എത്ര കള്ളം? ഒരു വീപ്പ എണ്ണയ്ക്ക് ഇന്ത്യക്ക് ബാധകമായ വില എത്രയാണ്? അത് ഈ മാസം $73.86 നമ്മുടെ തൃശൂർ MP സുരേഷ് ഗോപി കൂടി സഹമന്ത്രിയായ പെട്രോളിയം മന്ത്രാലയം ഔദ്യോഗികമായി പറയുന്ന തുകയാണിത്. എന്നാൽ ശരിക്ക് അസംസ്കൃത എണ്ണയുടെ വില $71 വരെ കൂപ്പുകുത്തിക്കഴിഞ്ഞു. 2018 സെപ്റ്റംബറിലെ നിരക്കിലേക്കാണ് ഈ വീഴ്ച. അന്ന് പെട്രോളിന് വില ലിറ്ററിന് 73 രൂപ മാത്രമായിരുന്നു. തിരുവനന്തപുരത്ത് ഇപ്പോഴും $107.56 കൊടുക്കുന്നു. 35 രൂപയാണ് 1 ലിറ്ററിന് അധികം വരുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാർ പറയുന്ന ഈ $73.86 പോലും വലിയൊരു ദുരൂഹതയാണ്. കാരണം ആ വില കണക്കാക്കുന്നത് ഒമാൻ, ദുബായ് വിലകളുടെ ശരാശരിയും രാജ്യാന്തര വിലയുടെ ശരാശരിയും ചേർത്താണ്. 78% ഒമാൻ, ദുബായ് വിലയും 21% രാജ്യാന്തര എണ്ണവിലയുമാണ് ചേരുന്നത്. അപ്പോ എവിടെ പോയി റഷ്യ? കഴിഞ്ഞ 24 മാസമായിട്ട് ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണ്. ഓഗസ്റ്റ് മാസത്തിൽ പോലും മൊത്തം ഇറക്കുമതിയുടെ 45% റഷ്യയിൽ നിന്നായിരുന്നു. ഇതൊക്കെ സമ്മതിക്കുമ്പോൾ തന്നെ ഇറക്കുമതി എത്ര ഡോളറിനാണ് എന്ന് രാജ്യം ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. 60-ൽ നിന്ന് $1 പോലും കൂടുതൽ കൊടുത്ത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാൻ പാടില്ല എന്നാണ് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക്, പ്രത്യേകിച്ച് യുദ്ധത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ. ഗതാഗത ചിലവ് ഉൾപ്പെടെ അതത് രാജ്യത്തുള്ള ലാൻഡിംഗ് ചിലവായാണ് $60 പരിധി നിശ്ചയിച്ചിരിക്കുന്നത്. ഈ വിലയ്ക്കല്ല ഇന്ത്യയും ചൈനയും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് എന്ന് ഏവർക്കും അറിയുകയും ചെയ്യാം. പക്ഷേ അത് എത്ര ഡോളറാണ്? $40 എണ്ണയ്ക്കും $8 മുതൽ $20 വരെ കപ്പൽ നിരക്കുമെന്നാണ് പൊതുവെ പറയപ്പെട്ടത്. റഷ്യൻ എണ്ണ വാങ്ങി തുടങ്ങിയതോടെ ചിലവിലുണ്ടായ കുറവിൽ നിന്ന് ഇതിൽ വ്യക്തത കിട്ടും. 2022-ലും 2023-ലും ഇന്ത്യ ഇറക്കുമതി ചെയ്തത് ഒരേ അളവ് എണ്ണയാണ്. പക്ഷേ മുടക്കിയ തുകയിൽ 15% കുറവുമുണ്ടായി. 2022-ൽ 13.5 ലക്ഷം കോടി രൂപ എണ്ണ ഇറക്കുമതി ചെയ്യാൻ മുടക്കിയപ്പോൾ കഴിഞ്ഞ വർഷം അഥവാ 2023-ൽ 11 ലക്ഷം കോടി രൂപ മാത്രമാണ് മുടക്കിയത്. ഈ കുറവ് വന്ന 2.5 ലക്ഷം കോടി രൂപ ഏത് കണക്കിൽ പോയി? 13.5 ലക്ഷം കോടി രൂപയ്ക്ക് ഇറക്കുമതി ചെയ്തപ്പോഴും 2.5 ലക്ഷം കോടി രൂപ കുറച്ച് 11 ലക്ഷം കോടിക്ക് ഇറക്കുമതി ചെയ്തപ്പോഴും നമ്മൾ തിരുവനന്തപുരത്ത് പെട്രോൾ അടിക്കാൻ $107.56 തന്നെ മുടക്കി. രാജ്യം മുടക്കിയ ഈ കാശൊക്കെ അപ്പോ എങ്ങോട്ടാണ് പോകുന്നത്? ഇതാ അതിനുള്ള ഒന്നാമത്തെ ഉത്തരം. 11 ലക്ഷം കോടി രൂപ പെട്രോളിയം ഇറക്കുമതിക്ക് മുടക്കിയ കഴിഞ്ഞ വർഷം കേന്ദ്ര സംസ്ഥാന ഖജനാവുകളിലേക്ക് നികുതിയായി എത്തിയത് 7.5 ലക്ഷം കോടി രൂപയാണ്. 13.5 ലക്ഷം കോടിക്ക് ഇറക്കുമതി ചെയ്ത അതിന് മുൻ വർഷവും കേന്ദ്ര സംസ്ഥാന ഖജനാവുകളിലേക്കായി 7.5 ലക്ഷം കോടിക്കടുത്തെത്തി. 10 വർഷം മുൻപ് ഖജനാവിലേക്ക് വന്നത് എത്രയായിരുന്നു എന്നുകൂടി നമുക്ക് നോക്കാം. അത് 3.5 ലക്ഷം കോടി രൂപയായിരുന്നു. രാജ്യാന്തര എണ്ണവില $140-ൽ നിന്നും $71 താഴ്ന്നപ്പോൾ ഇന്ത്യയുടെ ഖജനാവുകളിലേക്കുള്ള വരവ് 3.5 ലക്ഷം കോടിയിൽ നിന്നും 7.5 ലക്ഷം കോടിയായി ഉയർന്നു. എന്ന് വച്ചാൽ അത് രാജ്യത്തെ പാവപ്പെട്ടവന്റെ കീശയിൽ നിന്നുള്ള പണമാണെന്നല്ലേ? അല്ല, ഇത് ആർക്കും പറയാൻ കഴിയുന്ന കാര്യവുമാണല്ലോ. 4 ലക്ഷം കോടി രൂപയുടെ അധിക നികുതി ബാധ്യത സാധാരണക്കാരിലേക്ക് വന്നപ്പോഴും അത് മാത്രമാണോ ലാഭം? റഷ്യൻ എണ്ണ കൊണ്ടുവരുന്നത് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ള SCF എന്ന കമ്പനിയാണ്. $20 വരെ ഷിപ്പിംഗ് നിരക്ക് ഇന്ത്യക്കുള്ള കടലാസിൽ എഴുതിയിട്ടുണ്ട് എങ്കിലും ചൈനയിൽ $10 ഇറക്കി കൊടുക്കുന്നത്.
ഇന്ത്യയേക്കാൾ ദൂരമുണ്ട് ചൈനയ്ക്ക്. അപ്പോൾ $8 ഇന്ത്യയിൽ ഇറക്കി കൊടുത്തിട്ടുണ്ടാകുമെന്നാണ് റോയിറ്റേഴ്സിന്റെ കണക്ക്. റഷ്യയിൽ നിന്ന് $35 വാങ്ങിയ എണ്ണ $43 മുതൽ $50 വരെ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടാകാം. ഇന്ത്യൻ ബാസ്ക്കറ്റ് എന്ന് കാണിക്കുന്നതിലും കുറഞ്ഞ വിലയ്ക്ക് തന്നെ ഇന്ത്യയിൽ എണ്ണ എത്തി എന്ന കാര്യത്തിൽ ആർക്കും സംശയവുമില്ല. അതിനുള്ള തെളിവ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് തന്നെയാണ്. രാജ്യത്തെ എല്ലാ എണ്ണ കമ്പനികളും ചേർന്ന് കഴിഞ്ഞ സാമ്പത്തിക വർഷം നേടിയ ലാഭം 86,000 കോടി രൂപ. 2022 ഉണ്ടായിരുന്നതിന്റെ 25 മടങ്ങാണിത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ 39,000 കോടിയും BPCL 26,000 കോടിയും ഹിന്ദുസ്ഥാൻ പെട്രോളിയം 14,000 കോടി രൂപയും ലാഭമുണ്ടാക്കിയെങ്കിൽ അത് എവിടെ നിന്നാണ്? നമ്മുടെ കേസിൽ നിന്ന് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു.